നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ച് ഫോട്ടോകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെന്ന് കാണിക്കാം. നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. 2026 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും കോർപ്പറേഷനിലൊക്കെ ഒരുപാട് സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ തിരക്കിലേക്കാണ് എല്ലാ പാർട്ടിക്കാരും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ വർഗീയത കൂടുതൽ പ്രചരിപ്പിക്കുകയും വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി നിൽക്കുന്ന 5-6 വേട്ടാവളിയന്മാരും വേട്ടാവളിയത്തിമാരൊക്കെ ഉണ്ട്. അത് സംഘപരിവാറിൻ്റെയും RSSൻ്റെയൊക്കെ മരവാഴകൾ. ഇവർക്ക് ഇപ്രാവശ്യം പാർട്ടി മത്സരിക്കാൻ വേണ്ടി BJP സീറ്റ് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ചിരി വന്നു പോവാ. നിങ്ങൾ എന്തായാലും ഇതെന്ന് കണ്ടോ, നമ്മുടെ ലസിത കുണുകുണു അമ്മായി മത്സരിക്കുന്നത് കൂട്ടിമക്കൽ വാർഡ് 21-ലാണ് കേട്ടോ. നേരാവണ്ണം വർത്താനം പോലും അറിയാൻ വയ്യാത്ത ഒരു സമുദായത്തോട് അന്ധമായിട്ടുള്ള വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് നിരന്തര സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വന്നിരുന്നുകൊണ്ട് ചൊറിയുന്ന ഈ ചൊറിയം പുഴുവിനെയാണ് താമര ചിഹ്നത്തിൽ ഇലക്ഷന് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ നിവാസികളോട് എനിക്ക് പറയാനുള്ളത്, സൂക്ഷിച്ചും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. ഇല്ലെങ്കിൽ തൊടുന്നവൻ ചൊറിയും, അല്ലെങ്കിൽ തൊടുന്നവൻ നാറും. അത്രത്തോളം നാറ്റ കേസുകെട്ടാണ് ഈ ഒരു സാധനത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു മരവാണമാണ് ചൊറായി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ. ഇവനും അത്യാവശ്യം ഇവൻ്റെ സോഷ്യൽ മീഡിയയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പച്ചയ്ക്ക് വർഗീയത പറയുന്ന അന്ധമായ മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു മരവാഴ. പിന്നെ നമ്മുടെ മലപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് മുസ്സംഗി താത്താമാരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇവരെല്ലാം ഇപ്രാവശ്യം BJPക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ നിൽക്കുന്നവരെയൊക്കെ നിങ്ങൾ വിജയിപ്പിച്ച് വിടേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. കാരണം പിഴച്ചവൻ പോയ പിന്നെ മഹാപിഴയാണ് സാറേ എന്ന് പറഞ്ഞാണക്ക് നിങ്ങളങ്ങോട്ട് ജയിപ്പിക്കുക. സത്യത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും സമരങ്ങളിൽ പോയി വെയിൽ കൊള്ളുകയും പോലീസുകാരുടെ തല്ല് മേടിച്ചിട്ടുള്ള ഒരുപാട് പ്രവർത്തകർക്ക് ഇപ്രാവശ്യം BJP സീറ്റ് കൊടുക്കാത്തതിൽ മനം നൊന്ത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ ഒരു മാസത്തിനിടക്ക് 2 പേരാണ് ആത്മഹത്യ ചെയ്തത്. അല്ലൊന്ന് അവിടുത്തെ മുൻ കൗൺസിലറായിരുന്നു. ഇപ്പം ഒരു സഹോദരനും കൂടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആനന്ദ് തമ്പി എന്ന് പറയുന്ന ഒരാളാണ് സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തത്. കാരണം പാർട്ടിയിൽ നിന്നും വീട്ടുകാരിൽ നിന്നും RSSൻ്റെ കുണ്ടന്മാരിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ത്രീയും കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഈ വാർത്തയൊക്കെ വന്ന സമയത്ത് ഈ ടോർച്ച് സുരേ എന്ന് പറയുന്ന ഒരു പരമ ഊളയുണ്ടല്ലോ, ഇതിനെ ന്യായീകരിച്ചിട്ടുള്ളൊരു വീഡിയോ NDTV-യിലടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ല വൃത്തിക്ക് നല്ല വെടുപ്പിന് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ കലർന്ന് ഇവന്മാർ മെഴുകി മറിയാണ് കേട്ടോ. എന്താ ഒരു വീഡിയോ ഒന്ന് കാണാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആനന്ദ് തമ്പിയുടെ ഒരു ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് RSS നേതാവ് ആനന്ദ് തമ്പി ജീവനൊടുക്കിയതിൽ നിർണായക ഫോൺ സംഭാഷണം പുറത്തുവിടുകയാണ് ന്യൂസ് മലയാളം. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്റെ അടുത്ത സുഹൃത്തുക്കളുമായി ആനന്ദ് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. പിന്നെ നിങ്ങൾ രണ്ടും കൽപ്പിച്ച ജനറലല്ലേ? ഞാൻ രണ്ടും കൽപ്പിച്ച ജനറലെ. നിങ്ങൾ പിൻവലിക്കില്ലല്ലോ, നിങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചില്ലേ? മത്സരിക്കാൻ തീരുമാനിച്ചു. പ്രഷർ ഉണ്ടാ? പ്രഷർ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. അല്ല, അങ്ങനെയല്ല, ശത്രുക്കളാവുന്നു. മീൻസ് പല കൂട്ടുകാരന്മാരൊക്കെ ശത്രുക്കളാവും. സംഘടനയുടെ ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഞാൻ എന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും, എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളൂ. എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, എന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന്. എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ. എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ തിരിച്ചിന്റെ അടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അത് 4 മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂല. ആനന്ദ് സുഹൃത്തിനോട് സംസാരിച്ചതിന്റെ ശബ്ദ സംഭാഷണമാണ് നമ്മൾ കേൾക്കുന്നത്. അതിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ താൻ ഇങ്ങനെ ഒരു വിമത സ്ഥാനാർത്ഥിയായി മാറി എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പ്രസ്ഥാനത്തിന് വേണ്ടി എന്റെ സമയവും ജീവനും ശരീരവും മനസ്സും ഒക്കെ കൊടുത്തു, പക്ഷേ അവർ എനിക്ക് എന്താണ് എന്നോട് കാണിച്ചത് എന്ന് ചോദിക്കുന്നു. പലയിടത്തു നിന്നും സമ്മർദ്ദമുണ്ട്, പലയിടത്തു നിന്നും ഉണ്ട് എന്ന്
അദ്ദേഹം പറയുന്നു. ഈ സംഭാഷണത്തിന്റെ കുറെ അധികം ദൈർഘ്യമുള്ള സംഭാഷണം എന്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നത് സ്വാഭാവികമായും ഈ വീട്ടിൽ നിന്നടക്കമുള്ള പ്രഷർ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ള കാര്യം ആനന്ദ് തന്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ആനന്ദ് ആത്മഹത്യ ചെയ്തതല്ല. നമ്മൾ ആദ്യമായി അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സീറ്റ് കിട്ടാത്തതിന്റെ പേരിലല്ല, പകരം തൃക്കണ്ണാപുരം വാർഡിൽ BJPക്ക് വിമതനായി ഒരു സ്ഥാനാർത്ഥി ആയതിന്റെ പേരിലാണ് ഈ സമ്മർദ്ദങ്ങളൊക്കെ ആനന്ദിന് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ആനന്ദ് ഇന്നലെ ജീവനൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും. അതിന് എവിടെ നിന്നൊക്കെയാണ് സമ്മർദ്ദങ്ങൾ, ആരാണ് ഈ സമ്മർദ്ദം ചെലുത്തിയത്? ഈ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്ന പോലെ പലയിടത്തു നിന്നും പ്രഷർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് അങ്ങനെ ഒരു പ്രഷർ ആനന്ദിന് മേൽ കൊടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പോലീസ് അന്വേഷണത്തിൽ പുറത്ത് വരേണ്ടത്. This suicide was unfortunate. We are offering condolence to his soul, and we are with the family. So it is a sad thing. But unfortunately, the CPM and Congress leaders are using this as a political tool to fight against us. Actually, he was not our BJP leader, BJP Karyakarta. He was not in our candidates list. Our candidates list was evolved from the ground. Our booth ward Karyakartas will sit together, and they the 3 to 5, 8 candidates list will evolve from there. This is the process which had been here in BJP. So he was not in the list itself. Moreover, he joined Shiva Sena Uddhav Thackeray group. You may know that Shiva Sena Uddhav Thackeray is not with us, with NDA. Shiva Sena Uddhav Thackeray is with India Alliance. So my appeal to the politicians in LDF and UDF, please avoid it. Don't use one youngster's soul for political malpractices and misusing. That is the request which BJP want to share with the LDF and UDF. ഇറങ്ങി പോടെ ചിരിപ്പിക്കാതെ. ദേശീയ ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ. അതായത് ഈ മരണപ്പെട്ടു പോയിട്ടുള്ള സഹോദരന്റെ ചിത അണങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ തെമ്മാടിത്തരമായിട്ട് വന്നിട്ടുള്ള ഈ ചെറ്റകളെ ഉണ്ടല്ലോ, സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചറിയണം. ഇതൊക്കെ സംഭവിച്ചിട്ടും ഈ ഒരു മാസത്തിനിടക്ക് BJPയിലെ പ്രഗത്ഭരായിട്ടുള്ള മുൻ കൗൺസിലറും മറ്റു പാർട്ടി പ്രവർത്തകരും മരണപ്പെടുമ്പോഴേ ചില കോൺഗ്രസിൽ നിന്നുള്ള വേട്ടാവളിയന്മാരും മറ്റു പാർട്ടിയിൽ നിന്നുള്ള ചില ആളുകളൊക്കെ ഇതിനകത്തേക്ക് ചേക്കേറുന്ന കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോ. എന്നിട്ട് അതിനകത്ത് പോയിന്നിട്ട് പറയാണ് കോൺഗ്രസും CPM ഒക്കെ ഇവിടെ വർഗീയത പറയുന്നത് കൊണ്ട് അതിനകത്ത് മനം മടുത്തിട്ടാണ് ഞങ്ങൾ BJPയിലേക്ക് ചേരുന്നത്. കാരണം BJP എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പാർട്ടിയാണല്ലോ, ആരെയും കുറിച്ചിട്ട് ഒന്നും മിണ്ടത്തില്ല. അവർക്ക് വർഗീയത എന്ന് പറയുന്നത് 7 അയലത്തൂടെ പോലും പോകാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. ഈ നാറുകളെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ഇതിനൊക്കെ തക്കതായിട്ടുള്ള പണി ഇവന്മാർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കേരളം കുട്ടിച്ചോറാക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ സംഘികളും ഈ കാസാ നാറികളെയും കേരളത്തിൽ ജനങ്ങൾ 7 അയലത്തടിപ്പിക്കരുത്. നമ്മുടെ സ്വസ്ഥതയും സമാധാനവും ഈ വെട്ടാവളിയന്മാർ തകർത്ത് തരിപ്പണമാക്കും. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ചില സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലെ? അപ്പൊ ഇവരെയൊക്കെ അങ്ങോട്ട് ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നാറാൻ വലിയ താമസമൊന്നുമില്ല. അപ്പൊ എന്തായാലും നിങ്ങളത് നോക്കിയും കണ്ടൊക്കെ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് അയച്ചേക്കുക. വീഡിയോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നമ്മുടെ വീഡിയോകളൊക്കെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും